ടീച്ചറുടെ ഇൻവിജിലേഷൻ ഡ്യൂട്ടി റൂം നമ്പർ 5-ലാണ്. ഗുഡ് ആഫ്റ്റർനൂൺ. യൂണിവേഴ്സിറ്റി ഇനി മുതൽ ബാർകോഡ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ആൻസർ സ്ക്രിപ്റ്റിൽ ഒട്ടിക്കേണ്ട ബാർകോഡ് തരും. സമയമെടുത്ത് ചുളിയാതെ എല്ലാവരും ആൻസർ സ്ക്രിപ്റ്റിൽ ബാർകോഡ് ഒട്ടിക്കേണ്ടതാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം. എല്ലാവർക്കും ആൻസർ ബുക്ക്ലെറ്റ് കിട്ടിയല്ലോ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യൂണിവേഴ്സിറ്റി ബാർകോഡ് സംവിധാനം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ്സിനുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും ഇതിൻ്റെ 2ാമത്തെ പേജിൽ തന്നിട്ടുണ്ട്. എല്ലാവരും അത് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇൻവിജിലേറ്റർ വിദ്യാർത്ഥികളുടെ രജിസ്റ്റർ നമ്പർ ബാർകോഡ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ചീഫ് സൂപ്രണ്ടിന് ലഭിച്ച അതേ സീക്വൻസിൽ വേണം രേഖപ്പെടുത്താൻ. ഇതാണ് നിങ്ങൾക്കുള്ള ബാർകോഡ്. രജിസ്റ്റർ നമ്പറിന് നേരെ സൈൻ ചെയ്ത് ശേഷം നേരെയുള്ള ബാർകോഡ് എടുത്ത് ബുക്ക്ലെറ്റിൽ ഒട്ടിക്കുക. രജിസ്റ്റർ നമ്പറിന് നേരെയുള്ള ബാർകോഡ് ശ്രദ്ധിച്ചെടുത്ത് ആൻസർ പേപ്പർ ബുക്ക്ലെറ്റിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നിരിക്കുന്ന ബോക്സിൽ ഒട്ടിക്കുക. ശേഷം വീണ്ടും നേരെയുള്ള ബാർകോഡ് എടുത്ത് 3ാമത്തെ പേജിൽ തന്നിരിക്കുന്ന ബോക്സിൽ ഒട്ടിക്കുക. അത് പ്രശ്നമില്ല. ഇല്ല, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആൻസർ ബുക്ക്ലെറ്റിൽ ഉത്തരങ്ങൾ ഉൾപ്പെടുത്തേണ്ടതാണ്. സൈഡിലേക്കായി പോയി കണ്ണിന്റെ ഉള്ളിൽ നിന്ന് പുറത്തായി പോയിട്ടുണ്ടോ? കുറച്ചും കൂടി നീങ്ങിപ്പോയാലും കുഴപ്പമില്ല. എല്ലാവരും കഴിയുന്നതും ആ ബോക്സിനുള്ളിൽ തന്നെ ബാർകോഡ് ഒട്ടിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഭാഗം ഓഫീസ് പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇവിടെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. രജിസ്റ്റർ നമ്പർ എഴുതാനുള്ള കോളം കഴിഞ്ഞ എക്സാമിന് ഉണ്ടായിരുന്നു. ഈ പേപ്പറിൽ കാണാനില്ല. നമ്മൾ രജിസ്റ്റർ നമ്പർ എഴുതേണ്ടതുണ്ടോ? ബുക്ക്ലെറ്റിൽ നിങ്ങൾ ആരും രജിസ്റ്റർ നമ്പർ എഴുതേണ്ടതില്ല. മാത്രമല്ല, ഒരു പേജിലും എവിടെയും നിങ്ങൾ രജിസ്റ്റർ നമ്പർ എഴുതാൻ പാടില്ല. ഈ രജിസ്റ്റർ നമ്പർ ബാർകോഡിൽ ഇങ്ങനെ വരെ എന്തെങ്കിലും വീണാൽ എന്താ ചെയ്യുക? ബാർകോഡ് ഹാൻഡിൽ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാലും കുഴപ്പമില്ല. ഒന്നിലെന്തെങ്കിലും വരെ വീഴുക അങ്ങനെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ഒരു ബാർകോഡ് കൂടി ഉണ്ട്. എങ്കിലും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്.